അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ജീവിതത്തിൽ വെച്ച നബിയുടെ 63 വയസ്സാണ്. ഈ 63 വയസ്സ് തന്നെ സിദ്ദീഖ് എന്നവർക്ക്, ഈ 63 വയസ്സ് തന്നെ ഉമർ എന്നവർക്ക്, ഈ 63 വയസ്സ് തന്നെ അലിയാർക്ക്, ഈ 63 വയസ്സ് തന്നെ ആയിഷാ ബീവിക്ക്. ഇതൊക്കെ ഇമാം നബവി വിവരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ 63 വയസ്സിലാണ്. ഇതൊക്കെ പൊളിയില്ലേ? ഓരോരുത്തരോന്നായിട്ട് കടന്നു വന്നാൽ ഈ കിതാബുകളൊക്കെ പൊളിച്ചെഴുതേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് വാസ്തവത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. അവിടെ നിന്ന് ജനിച്ച 63 വർഷക്കാലം, അപ്പോൾ അത് 63 പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 64 ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിജറാബ്ദത്തെയും സൂര്യവർഷത്തെയും ഒക്കെ സമീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് തോന്നിയമാതിരി വരെ ഈ സമീകരണം ഒരിക്കലും യുക്തമല്ല എന്നാണ് ഞാൻ പറഞ്ഞു. അതും തെറ്റിദ്ധരിക്കുകയാണ് മനസ്സിലാക്കാതെ. ചന്ദ്രിക വർഷം എന്ന് പറയുന്നത് ശരിക്കും ചന്ദ്രനും സൂര്യനൊക്കെ ഹുസ്ബാൻ കണക്കിന് തന്നെ നടക്കുക, അതിലൊന്നും സംശയമില്ല. കണക്കിനാണ് നടക്കുന്നതെങ്കിലും ആ കണക്ക് തിരിയുന്നവർ സമൂഹത്തിൽ ദുർലഭമാണ്. ചന്ദ്രത്തിൻ്റെ ഈ സഞ്ചാരവും എപ്പോൾ ഉദിക്കുന്നു, ന്യൂമൂൺ എപ്പോഴാണെന്നൊക്കെ തിരിയുന്നവർ ദുർലഭമാണ്. ദുർലഭമായതുകൊണ്ട് തന്നെ നെഹ്നു ഉമ്മത്തുൻ ഉമ്മിയ, ഞങ്ങൾ ഉമ്മിയത്തായ സമൂഹമാണ്. ലാ അക്തുബു വലാ നഹ്സുബു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ബഹുഭൂരിപക്ഷവും അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ, മനുഷ്യ സൃഷ്ടികളിൽ ഈ കണക്കുമായി അറിയാത്തവർ, അറിയുന്നവരെ അന്ധമായി അനുകരിക്കുന്നവർ മാത്രമാണ്. ഇപ്പം ഈ പറയുന്നവരൊക്കെ അന്ധമായി അനുകരിക്കുന്നവർ തന്നെയാണ് അധികവും. ഈ അന്ധമായി അനുകരിക്കുന്ന ആളുകൾ അങ്ങനെ അനുകരിച്ചുകൊണ്ട് കിട്ടുന്ന വിവരപ്രകാരം ഓരോ മാസം കാണണ്ടേ? ഈ മാസം കാണുന്നതിന് നിയമം വെക്കാൻ പറ്റുമോ? അപ്പം ഏതാനും 1-2 വ്യക്തികളെ അന്ധമായി അനുകരിച്ച് സമൂഹം മുഴുവൻ അവരെ പൊട്ടി നിൽക്കണമെന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്താതിരിക്കാൻ സുവ്യക്തമായ സുതാര്യമായ ഒരു മാനദണ്ഡമാണ് മാസനിർണയത്തിൽ. അങ്ങനെ മാസങ്ങൾ 12 കഴിഞ്ഞു വർഷം നിയന്ത്രിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതത് സിനീന വൽ ഹിസാബ്, കൊല്ലങ്ങളുടെ കണക്കും മറ്റുള്ള കണക്കുമൊക്കെ തിരിയാൻ അതാണ്. ഈ ചന്ദ്രവർഷത്തെ പിറവിയുടെ അടിസ്ഥാനത്തിലല്ല, മാസപ്പിറവിയുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദർശനം 12 മാസവും കാണാതെ നിന്നാൽ 30 പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാവില്ലേ നോക്കണ്ട, ഉണ്ടാകാലോ. 30 ദിവസവും എല്ലാ മാസവും വരേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഈ കണക്കൊക്കെ പോവും. അപ്പം നമ്മളൊരു കണക്ക്, അതിന് ഇത്രയാ വരിക, അത്രയാ കുറവ്, അതൊക്കെ ശാസ്ത്രീയമായിട്ട് ചന്ദ്രോദയത്തെയും ചന്ദ്രാസ്തമയത്തെയും സൂര്യോദയത്തെയും സൗര്യാസ്തമത്തെയും മനസ്സിലാക്കി അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ളതാണ്. ചന്ദ്രോദയവും ചന്ദ്രാസ്തമയത്തിൻ്റെയും ആ സ്ഥലത്ത് ചന്ദ്രോദയമല്ല, ചന്ദ്രോദയത്തിൻ്റെ ദർശനമാണ് ഇസ്ലാം കണക്ക് കൂട്ടുന്നതെന്ന് വരുമ്പോൾ ആ ദർശനത്തിൻ്റെ വിവരം കിട്ടുന്ന കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ മാസങ്ങളിൽ സംഭവിക്കും. അപ്പം ഇതിനെ വെച്ചുകൊണ്ട് സമീകരിക്കുന്നത് ഒരിക്കലും സ്വീകാര്യമല്ല. അങ്ങനെ വന്നാൽ മുൻകഴിഞ്ഞ ഇമാമികൾ നമുക്ക് മനസ്സിലാക്കി തന്നൊക്കെ പോകും. പിന്നെ ഭിന്നിപ്പില്ല അഭിപ്രായമുള്ള എന്ന് പറയില്ല. ഭിന്നിപ്പും അഭിപ്രായമില്ലാത്ത എന്ത് കാര്യമുള്ളത്? അതൊക്കെ തിരഞ്ഞെടുത്തിട്ട് ശരിപ്പെടുത്താനായിട്ടൊരു കൂട്ടർ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിയോഗത്തിൽ അതിൽപ്പെട്ട ഒരാളാണ് ഇമാമുൻ നവവി. ഇമാമുൻ നവവി തങ്ങൾ ഇതൊക്കെ വെക്കും. അങ്ങനെ ഒരുപാട് ഇമാമിങ്ങളുണ്ട്. ആകെ റിപ്പോർട്ട് വന്നത് 60, 63, 65 എന്നേ ഉള്ളൂ. 64 എവിടെയോ റിപ്പോർട്ടില്ല. അത് സ്വന്തം മെനഞ്ഞുണ്ടാക്കിയിട്ട് സമീകരിച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ്. 60 എന്നുണ്ട്, 65 എന്നുണ്ട്, 63 ഉണ്ട്. ഹദീസിൻ്റെ റിപ്പോർട്ടുകൾ ഇത്രയേ ഉള്ളൂ. ഹദീസിൻ്റെ ഈ റിപ്പോർട്ടുകളെ ഇമാമുൻ നവവി തങ്ങൾ അവർക്ക് പ്രത്യേകം കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ പ്രബലമായത് 63 വയസ്സിലാണ് നബി വഫാത്തായത് എന്ന് കൃത്യമായി പറയുമ്പോൾ ആ രേഖയിലൂടെയാണ് സമുദായം സഞ്ചരിക്കുന്നത്, ഇന്ന് വരെ സഞ്ചരിച്ചത്. പക്ഷേ റബീഉൽ അവ്വലിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്, റമദാനിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്, 12 7-നാണെന്നും 8-നാണെന്നും 9-നാണെന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ കടന്നോട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം വിശ്വസിക്കൽ നിർബന്ധമല്ല എന്നല്ലേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണെന്ന് ഇവിടെ ആരും സംസാരിക്കുന്നുമില്ല. മതത്തിൻ്റെ പേരിൽ അങ്ങനെ നിയമമല്ല. ഏകോപിതമായ അഭിപ്രായം മാത്രമേ വിശ്വസിക്കൽ നിർബന്ധമുള്ളൂ. പണ്ഡിതേകോപനമുള്ള വിഷയം മാത്രമേ വിശ്വസിക്കൽ നിർബന്ധമുള്ളൂ. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമില്ല. ഇത് സ്വാഭാവികമായും ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ ഭിന്നിപ്പില്ലാത്ത ചരിത്രം തന്നെ ഉണ്ടാവില്ല. സംഭവിച്ച കാര്യങ്ങളെ ക്രമീകരിക്കുന്നതല്ല, എങ്ങനെ ഭിന്നിപ്പുണ്ടാകും? ഈ ഭിന്നിപ്പുകളിൽ എല്ലാവർക്കും പറയാൻ പറ്റും 64 എന്ന് പറഞ്ഞോളി, 65 അല്ല 65 എന്ന് പറഞ്ഞോളൂ, 63 എന്ന് പറഞ്ഞോളൂ, റിപ്പോർട്ടാണെന്ന് പറയാം. പക്ഷെ 63 എന്നുള്ളത് ഇപ്പോൾ പിഴവാ. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കണക്കൂട്ടി വെക്കുമ്പോൾ 64 കിട്ടണുള്ളൂ എന്ന് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും തയ്യാറാക്കിയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ പഠിപ്പിച്ച് നമ്മൾ വരുന്നതൊക്കെ താറുമാറാക്കി അലങ്കോലപ്പെടുത്തിയിട്ട് ഇതിലൊക്കെ വസ്വാസ സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങൾ ആരും വലിച്ചെടുക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്.
ഇപ്പം നമ്മൾ വിവാദം ഉണ്ടാക്കി എന്ന് പറയുന്ന മാതിരിയാണ്. ഈ വിവാദം വലിച്ചിഴക്ക് ഉണ്ടാക്കരുത്, അതങ്ങനെ നിന്നോട്ടെ. 63 വയസ്സാണ് എനിക്കെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. റബീഉൽ അവ്വൽ 12, അത് കിട്ടുന്ന എന്തെങ്കിലും ഒരു ലൈന് നമ്മളിതുവരെ മനസ്സിലാക്കി പോകുന്നതിൽ പോരെ. കൃത്യമായിട്ട് നിങ്ങൾ എണ്ണിക്കോ. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നുബൂവത്തിൻ്റെ വഹ്യിൻ്റെ കാലം, വഹ്യ് എന്ന് പറഞ്ഞത് ഖുർആൻ ഇറങ്ങലല്ല, വഹ്യിൻ്റെ സമയം ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണ്, 12-നാണ്. ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടത് മദീനയിൽ നിന്ന് റബീഉൽ അവ്വലിലാണ്, തിങ്കളാഴ്ചയാണ്. വന്നെത്തുന്നത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. ഇതൊന്നും യാദൃച്ഛികമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ജീവിതത്തിൽ വെച്ച നബിയുടെ 63 വയസ്സാണ്. ഈ 63 വയസ്സ് തന്നെ സിദ്ദീഖ് എന്നവർക്ക്, ഈ 63 വയസ്സ് തന്നെ ഉമർ എന്നവർക്ക്, ഈ 63 വയസ്സ് തന്നെ അലിയാർക്ക്, ഈ 63 വയസ്സ് തന്നെ ആയിഷാ ബീവിക്ക്. ഇതൊക്കെ ഇമാം നബവി വിവരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ 63 വയസ്സിലാണ്. ഇതൊക്കെ പൊളിയില്ലേ? ഓരോരുത്തരോന്നായിട്ട് കടന്നു വന്നാൽ ഈ കിതാബുകളൊക്കെ പൊളിച്ച് എഴുതേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് വാസ്തവത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ നമ്മളെ കാക്കകാരന്മാരും മൂല്യന്മാരും ആലിമ്യങ്ങളും വയതിലും ഒക്കെ കേട്ട് പഠിച്ചിട്ടുള്ളതും പഴയ തർജ്ജമകളിൽ കേട്ടിട്ടുള്ളതാണ് റസൂലുള്ളാഹിന്റെ 63 വയസ്സ്. ആ 63 വയസ്സ് കഴിഞ്ഞപ്പോൾ നബി തങ്ങളെ ബർസഖിലേക്ക് ആനയിച്ച് എത്തിക്കുന്നത് വരെ അള്ളാഹിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമാണ് നടന്നത്. ആ നബിയെ പരിചയപ്പെട്ട് ആ നബിയുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണെന്ന് ഇസ്ലാം എന്ന് പ്രത്യേകം അടുത്തറിയിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.